നമസ്കാരം. എല്ലാവർക്കും ഒരു നല്ല വിഷുക്കാലം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒന്നുമില്ല, ഒരു Q&A സെഷനാണ്. ആക്ച്വലി ഒരു വർഷമായി ഞാനത് ചെയ്തിട്ട്. നിങ്ങൾ നോക്കുവാണെങ്കിൽ കൃത്യം അന്നും ഒരു വിഷു ദിവസമായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ ഇന്ന് വീണ്ടും വിഷു ആയപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഒരു Q&A ഒന്നുമില്ല, നമ്മുടെ സ്റ്റുഡൻസിനോട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണോ എൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ സബ്ജക്റ്റീവായിട്ടോ അറിയണമെന്നുള്ളത് നിങ്ങളിപ്പോൾ ചോദിക്കുക. അത് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് ഷെയർ ചെയ്യാം എന്നൊരു രീതിയിലായിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓരോരുത്തരും ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ 5-6 ചോദ്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഒരു ചിറ്റാറ്റ് പോലെ നമുക്ക് ഒന്ന് എന്താ പറയുന്ന ഒരു ഓപ്പൺ ടോക്ക് എന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആക്ച്വലി എന്നോട് ഇത് കഴിഞ്ഞ Q&A വീഡിയോയിൽ ചോദിച്ചൊരു വ്യക്തി ചോദിച്ചതാണ്. അപ്പോൾ അത് പിന്നീട് അടുത്ത Q&Aയിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് എനിക്കത് പറയാനുള്ള അവസരം കിട്ടുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഒരുപാട് പുതിയ അറിവും അനുഭവങ്ങളും കണ്ടെത്തലുകളും ഒക്കെ നടത്തിയതിൻ്റെ ബേസിൽ ഭാവിയിൽ ഇതൊക്കെ ഉൾപ്പെടുത്തി ഒരു ബുക്കോ ജേർണലോ പബ്ലിഷ് ചെയ്യാൻ സാർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇതിനകത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ പറഞ്ഞതിനപ്പുറത്തേക്ക് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയത്തിലൂടെ ലോ ഓഫ് അട്രാക്ഷൻ യഥാർത്ഥ ഒരു പോസിബിലിറ്റിയും അറ്റ് ദ സെയിം ടൈം ഇതെങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ സ്വാധീനിക്കുന്നത്, എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ ക്രിയേറ്റ് ആകുന്നത് എന്നത് കാണിക്കുന്ന ഒരു സിനിമ ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. മോർ ദാൻ ബുക്സ് ഒന്നും എല്ലാവരും വായിക്കൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ കാശ് കൊടുത്ത് നിങ്ങൾ എത്രയോ ബുക്കുകൾ വായിക്കുന്നു, അത് വായിക്കുന്ന ആൾക്കാരുടെ ഒരു അഭിരുചിയും അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പോൾ സീക്രട്ടൊക്കെ എത്രയോ പേര് വായിച്ചത്, പക്ഷേ എന്തുകൊണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് എപ്പോഴും നിലനിൽക്കുന്നില്ല? അപ്പോൾ ആ ഇമ്പാക്റ്റ് എപ്പോഴും ഉണ്ടാവാൻ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഒരു വിഷ്വൽ മീഡിയമാണ്. എൻ്റെ ആഗ്രഹം ഒരു നല്ല സിനിമ ചെയ്യണം, ലോ ഓഫ് അട്രാക്ഷൻ ബേസ് ചെയ്ത് ഒരു സിനിമ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് നല്ല എന്താ പറയുന്നത്, നല്ല സ്റ്റാർ കാസ്റ്റൊക്കെയുള്ള നല്ല സ്റ്റോറിയുള്ള, എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ ഒരു വ്യക്തിയെ മോർ ദാൻ ലോ ഓഫ് അട്രാക്ഷൻ സ്പിരിച്വാലിറ്റി എല്ലാം കൂടെ അടങ്ങിയിരിക്കുന്ന അതിൻ്റെ ഒരു കോർ മനസ്സിലാക്കി തരുന്ന ഒരു സിനിമ ചെയ്യണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. സാറിൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഗോൾ എന്താ? അൾട്ടിമേറ്റ് എന്നൊക്കെ പറയുന്നത് അൾട്ടിമേറ്റ് ഗോൾ അത് ഈ ലൈഫിനെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വീട്, കാറ്, ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെൻസ് മനസ്സിലാക്കിയപ്പം ചില പറയത്തില്ല എനിക്ക് വീട് വെക്കുന്നതാണ് കാര്യം, അല്ലെങ്കിൽ പുതിയ കാറ് വാങ്ങുന്നതാണ്. അത് മാറിക്കിട്ടി എനിക്ക്. ബേസിക്കലി ഇൻ ദ സെൻസ് വീട് വെക്കത്തില്ലെന്നോ കാർ മെറ്റീരിയലിസ്റ്റിക്കിനോട് താല്പര്യമില്ലെന്നല്ല, അതല്ല അൾട്ടിമേറ്റ് എന്ന് മനസ്സിലായോ? അൾട്ടിമേറ്റ് സംഗതി വേറെയാണ്. ആ അൾട്ടിമേറ്റ് എന്നുള്ളത് ലേക്ക് നമ്മൾ പോകുമ്പോൾ കിട്ടുന്ന സമ്മാനങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്ന മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് എന്നുള്ളത് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഇപ്പോൾ വീടിനോടോ കാറിനോടോ ഒക്കെ ഒരു ആഗ്രഹം ആദ്യം തോന്നിക്കത്തില്ല. ഇപ്പം 2020 എനിക്ക് കാറ് വാങ്ങണം എന്ന് തോന്നിച്ചേക്കുന്ന ആ ഒരു ഇൻറ്റൻസിറ്റി ഇല്ല. എനിക്ക് കാറ് വാങ്ങുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആ പരിപാടി ഇപ്പം ഇല്ല. പക്ഷേ ഞാൻ കാറ് വാങ്ങാൻ, എനിക്ക് 10 കാറ് വാങ്ങണം, അത് ഭയങ്കരമായ ആഗ്രഹമൊന്നുമല്ല, അത് നടന്നോളും, അത് വേറൊരു സംഗതി. പക്ഷേ ഇപ്പോൾ ചോദിച്ചതിന് അൾട്ടിമേറ്റ് ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആസ് പെർ അവർ സബ്ജക്റ്റ് പുതിയ റെലംസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന തലത്തിലേക്ക് വളരുക എന്നുള്ളതാണ്. പല വലിയ ഗുരുക്കന്മാരൊക്കെ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന തലത്തിലേക്ക് വളരാൻ കഴിയുമോ, ഈ ജന്മത്തിൽ എനിക്ക് അതിനുള്ള അവസരമുണ്ടോ എന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. എക്സ്പീരിയൻസ് ചെയ്തിട്ട് പല കാര്യങ്ങളും പല ബുക്കിലും പറഞ്ഞേക്കുന്ന പലതും ഈ ജന്മത്തിൽ കുറച്ചെങ്കിലുമൊക്കെ അനുഭവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. അത് പറഞ്ഞില്ലേ, ഞാൻ ഓരോ പ്രായത്തിലും ഞാൻ മുന്നോട്ട് പോകുമ്പോൾ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് കിട്ടുമ്പം നമ്മൾ ലൈഫിന് ഇത്രയും നാളും ഒരു സാധാരണക്കാരൻ്റെ ആംഗിളിൽ നിന്ന് മാത്രമല്ല ലൈഫിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, പല റെലംസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന തലത്തിലേക്ക്
പറ്റുന്നൊരു സോളായി മാറണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ചോദിച്ചാൽ അത് അമിതമായ ആഗ്രഹമാണോ എന്ന് ചോദിച്ചാൽ, നമ്മൾ അമിതമായിട്ട് ആഗ്രഹിക്കുമ്പോഴല്ലേ ഉള്ളൂ ശകലവലം കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ അതങ്ങനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ അബൌട്ട് ഫിനാൻഷ്യൽ അബണ്ടൻസ്. പറഞ്ഞപ്പോഴേ ഫൈനാൻസ് പൈസയാണല്ലോ വരുന്നത്, ആരോ വിഷിക്കുന്നിട്ട് കിട്ടാൻ തോന്നുന്നു. ഓക്കെ, കൊള്ളാം. അപ്പോൾ ഹൗ ടു അച്ചീവ് ഇറ്റ്, അതാണ് ക്വസ്റ്റ്യൻ. ഫിനാൻഷ്യൽ അബണ്ടൻസ് എന്ന് പറയുന്നത്, പണം എന്ന് പറയുന്നൊരു എനർജിയാണ്. ഓക്കെ, നമുക്കറിയാം ഓരോ വ്യക്തിയുടെയും വൈബ്രേഷൻ ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ട് ആ വ്യക്തികൾക്ക് എന്തും ലഭിക്കുകയുള്ളൂ. മണി ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, എനിത്തിങ്. അപ്പോൾ മണി എന്ന് പറയുന്ന ഏറ്റവും ഹയർ വൈബ്രേഷനിലുള്ള മണി, ഞാൻ ഉദ്ദേശിക്കുന്ന അബണ്ടൻസ് എന്ന് പറയുന്ന ഒരു ഹയർ വൈബ്രേഷൻ നമ്മളിലേക്ക് വരാൻ നമ്മുടെ വൈബ്രേഷൻ ലെവൽ ഏതാണെന്ന് നോക്കിയാൽ മതി, അതിനെ ഉയർത്തിയാൽ മതി. അതിനെ ഉയർത്താൻ പല മാർഗ്ഗങ്ങളുണ്ട്. ഞാൻ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ്, ഓരോ വ്യക്തിയുടെയും ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അവരുടെ പാറ്റേൺ, പാസ്റ്റ് ലൈഫ് ഒക്കെ മനസ്സിലാക്കി അതിൽ തിരുത്തേണ്ടതിനെ തിരുത്തിയാൽ അബണ്ടൻസ് അവരിലേക്ക് വരും. അത് നിങ്ങൾക്ക് പണം തരാതിരിക്കുന്നൊരു ദൈവമോ അല്ലെങ്കിൽ ഒരു ശക്തിയൊന്നുമില്ല. നിങ്ങളിലേക്ക് പണമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഒരു റിച്ച് ലൈഫ് സ്റ്റൈലിലേക്ക് എത്താൻ സാധിക്കാത്തത് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് ഇഗ്നോറൻസ്, അറിവില്ലായ്മയാണ്. രണ്ട്, വേണ്ട പറഞ്ഞില്ലേ, സബ്ജക്റ്റീവായിട്ട് സംസാരിച്ചാൽ ഇതിലേക്ക് ഇറങ്ങാനുള്ള ഒരു മെൻ്റൽ ബ്ലോക്കെന്നോ അല്ലെങ്കിൽ താല്പര്യം. എല്ലാവർക്കും പണം അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ അബണ്ടൻസ് ജീവിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ആ ഫ്രീക്വൻസിയിലേക്ക് ഉയരാൻ നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്സിലേക്ക് ഇറങ്ങണം. അപ്പം അത് കൃത്യമാണെങ്കിൽ പിന്നെ നമുക്ക് പറയാം, പല ആൾക്കാർക്കും എന്തോ അവർ ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് എടുത്തിട്ടൊന്നുമല്ലോ. അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഊർജം എവിടെ നിൽക്കുന്നു? ഊർജം ഹയർ ആണെങ്കിൽ പണം വന്നുകൊണ്ടേയിരിക്കും, കുമിഞ്ഞുകൂടും. അതിനകത്തൊന്നും നമുക്ക് എന്താ പറയുന്നത്, ആ ഊർജം മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ബോധപൂർവം ബുദ്ധിപൂർവം നമ്മൾ ഡീൽ ചെയ്താൽ മതി. നമ്മുടെ മീഡിയം ഏതാണേലും അല്ലെങ്കിൽ നമ്മുടെ സോഴ്സ് ഏതായാലും ആ സോഴ്സിലേക്ക് ഫണ്ട് വന്നുകൊണ്ടേയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? സോ പിന്നെ അതിലൂടെ നമുക്ക് ബുദ്ധിപൂർവം പണത്തെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നൊരു അറിവുകളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സാമ്പത്തിക സ്രോതസ്സ്, സാമ്പത്തിക ഭദ്രത നമുക്ക് ലൈഫിൽ വെച്ചാൽ ഫണ്ട് ആലോചിച്ച് തലവേദനിക്കേണ്ട ഒരു ലൈഫില്ലാതെ വളരെ സെക്യൂറായിട്ട് ജീവിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് അതിൻ്റെ ഗ്രേഡ് കൂട്ടിക്കൊണ്ട് വരാനും പറ്റും. സോ ഇറ്റ്സ് ഒരു ഈസി പ്രോസസ്സാണ്. ഓരോ വ്യക്തിയുടെ എനർജിയിലാണ്, അവരുടെ കാര്യമൊന്നുമില്ല. എനർജി ലെവൽ ഹയർ ആക്കി കഴിഞ്ഞാൽ അതും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, സാറിൻ്റെ കരിയറിലെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡി പറയാമോ? അയ്യോ, ഒരു കേസ് സ്റ്റഡി എന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ കണ്ണ് തള്ളിയിരുന്നിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. അത് കൂടുതലും റിലേഷൻഷിപ്പിനകത്തുള്ളതാണ്. റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസാണ് കൂടുതലും ഉള്ളത്. അപ്പം ഇനി എനിക്ക് തുടക്ക കാലഘട്ടത്തിൽ ഇപ്പം 2024 വർഷം പൂർത്തീകരിക്കുന്നു. അന്ന് ഞാൻ അറിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യന്മാർക്കുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയുന്ന നിമിഷം എനിക്കതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയുണ്ടായിരുന്നു. പല കേസുകളും വളരെ ഇതായിട്ട് പറയുവാണെങ്കിൽ, ഇപ്പം ഒരു എന്താ പറയുന്നത്, ലെസ്ബിയൻ, ബൈസെക്ഷുവൽ, ഗേ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് ക്ലാസ്സിന് വരുമ്പോഴത്തേക്കും അവരെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളത് തുടക്കത്തിൽ. പിന്നെ ഇതിൻ്റെ ഒരുപാട് എന്താ പറയുന്ന വകഭേദങ്ങൾ പലതുണ്ട്. അപ്പോൾ അവരെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതൊന്നും എനിക്കറിയില്ല. റിലേഷൻഷിപ്പിനകത്ത് തന്നെ ഞാൻ പല പാറ്റേണുകളും പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് തുടക്കത്തിൽ എനിക്ക് ഭയങ്കര അറിയാമല്ലോ, നമ്മളിത് പഠിച്ച് വരികയല്ലേ. പക്ഷെ ഇപ്പം അത് ഈസിയായി മാറി. അപ്പോൾ അത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു തുടക്കത്തിൽ. കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊന്നും തെറ്റാൻ പാടില്ലല്ലോ. ഇപ്പം ഒരാൾ വീട് വേണം, കാറ് വേണം, പണം വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളാണ്, ഈസിയാണ്. അങ്ങനെ കൃത്യമായിട്ട് ഇന്ന ചെയ്താൽ മതി, നമുക്കതിനകത്ത് കൂടുതൽ ചിന്തിക്കും. പക്ഷേ റിലേഷൻഷിപ്പ് വരുമ്പോഴത്തേക്കും ആ വ്യക്തിയുടെ പാറ്റേൺ, അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ഇൻട്രസ്റ്റ്, ഇതെല്ലാം നമുക്ക് നോക്കണം. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് വേണം നമുക്കതിന് പരിഹാരം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്
എനിക്ക് ഇച്ചിരി ചലഞ്ചിങ് ആയിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് ഇതെനിക്കിട്ടുള്ള കുരുക്കാണ്. ഒന്ന്, എന്താ കല്യാണം കഴിക്കാത്തത്? 2, ലൈഫ് പാർട്ട്ണറിനെ പറ്റിയുള്ള കൺസെപ്റ്റ്. 3, ട്വിൻ ഫ്ലെയിമിനെ പറ്റിയുള്ള അഭിപ്രായം. ഇതൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്കിട്ട് കീറുന്നതാണ്. 4, സാറിന് ട്വിൻ ഫ്ലെയിം ഉണ്ടോ? എന്തറിയേണ്ട കാര്യമാണ്. 5, സോൾ പർപ്പസ് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുക? 6, ഇത് തന്നെയാണ് നമ്മൾ പോകേണ്ട വഴി എന്നെങ്ങനെ കൺഫേം ചെയ്യാൻ പറ്റും? ഓക്കെ, ഒന്നാമത്തെ കാര്യം, എന്താ കല്യാണം കഴിക്കാത്ത? വളരെ സിമ്പിൾ, താല്പര്യമില്ല, വേറെ കാര്യമൊന്നുമില്ല. ബേസിക്കലി ഇപ്പോൾ തോന്നുന്നില്ല, അത്ര തന്നെ. കാരണം എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഭയങ്കര ഒരു ത്രില്ല് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പം അതാണ് തീരുമാനം. 2, ലൈഫ് പാർട്ട്ണറെ പറ്റിയുള്ള കൺസെപ്റ്റ് ഒന്നും തന്നെ ഇല്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ഭയങ്കര എന്താണ്, മലയാള മനോരമയിലെ മാസികയിലെ നായികയുടെ രീതി വേണമെന്നൊക്കെയായിരുന്നു. അപ്പം അങ്ങനെയൊന്നുമില്ല, അതെല്ലാം മാറി. 3, ട്വിൻ ഫ്ലെയിമിനെ പറ്റിയുള്ള അഭിപ്രായം. ട്വിൻ ഫ്ലെയിമിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ? ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്ന സബ്ജക്റ്റീവായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഒരു വ്യക്തിയുടെ മീൻസ് എന്താ പറയുക, അതൊരു ലവ് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലൊന്നും ഇല്ലല്ലോ. അത് ഒരു 2 സോള് അല്ലെങ്കിൽ ഒരു സോളിൻ്റെ തന്നെ 2 വേർഷൻസ് ഒന്നിക്കുമ്പോൾ ഒരുപാട് ബെറ്റർ ഔട്ട്പുട്ട് ഈ സൊസൈറ്റിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗുഡ് സോൾ. നല്ലതല്ലേ? സാറിന് ട്വിൻ ഫ്ലെയിം ഉണ്ടോ? എനിക്കറിയില്ല കൊണ്ടോന്ന്. സോൾ പർപ്പസ് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അതിന് ഒരുപാട് വഴികളുണ്ട്. സോൾ പർപ്പസ് തിരിച്ചറിയാൻ നമുക്ക് ഒരുപാട് ഏരിയാസ് ഉണ്ടല്ലോ. അതിലൂടെ നമ്മളൊരു വ്യക്തി കണ്ടുപിടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞ് കൃത്യമായിട്ട് പറയുന്ന പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ സോൾ പർപ്പസ് മനസ്സിലാവും. അല്ലാണ്ട് ആദ്യമേ സോൾ പർപ്പസ് മനസ്സിലാക്കിയുള്ള യാത്രയൊന്നുമില്ല. അതൊക്കെ വഴിയെ മനസ്സിലായി വരത്തേ ഉള്ളൂ. അത് തന്നെ കൺഫേം ചെയ്യാൻ പറ്റും. അതൊക്കെ പറഞ്ഞില്ല, നമ്മുടെ എനർജി ലെവൽ ഹെയർ ആകുമ്പോൾ നമുക്ക് ഇതൊക്കെ പറ്റുമെന്ന്. നമ്മൾ ഈ ലോവർ റിലംസ് നിന്നിട്ട് നമ്മൾ ഈ പറയുന്ന നോർമൽ ഫിസിക്കൽ വേർഡിൻ്റെ എസെൻസ് നിന്നിട്ട് കാര്യങ്ങൾ കാണുന്നതുകൊണ്ടാണ് പല കാര്യങ്ങളും മനസ്സിലാവാത്തത്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോക്കകത്ത് പറഞ്ഞാണ്. അതായത് ഭയങ്കര ഇൻ്റലക്ച്വലായിട്ടും ഭയങ്കര ബുദ്ധിപരമായിട്ടും ഭയങ്കര ഡിപ്ലോമാറ്റിക്കായിട്ടും അല്ലെങ്കിൽ എല്ലാം കാണുന്ന കാര്യങ്ങളെ കണ്ട് ഏറ്റവും കൃത്യതയായിട്ട് പോകുന്ന ആൾക്കാർക്ക് എന്താ ഇതിന് മാത്രം ഇഷ്യൂസ് ഉണ്ടാവുന്നത്? എല്ലാം കൃത്യമായിട്ടാണ് അവരുടെ കാഴ്ചപ്പാടിൽ അവർ ചെയ്യുന്നതല്ല. പക്ഷെ അവർക്ക് ഇഷ്യൂസ് ഒഴിഞ്ഞിട്ട് നേരമില്ല. വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്? അതിൻ്റെ ഉത്തരം നമ്മൾ പഠിക്കുന്നതിനകത്ത് കൃത്യമായിട്ടുണ്ട്. ഞാനത് പറഞ്ഞിട്ടുമുണ്ട്, പല വീഡിയോസുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ അതാണ് കാര്യം. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ Q&A കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത വർഷം അടുത്ത Q&A കൊണ്ടിരിക്കാം. ഒന്നുമില്ല, നമ്മൾ ഒരു വിഷയമാണ്. എന്നെ അറിയാവുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഗ്രൂപ്പിൽ ഓൾറെഡി ഇട്ടിട്ട കാര്യമാണ്. അപ്പോൾ അവർക്ക് തോന്നിക്കുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഒരു രസം അല്ലേ, എല്ലാം ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ഒന്നുകൂടെ ആശംസിക്കുന്നു. എൻജോയ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.